മൈക്കിൾ ജാക്സൺ താൻ 150 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 12 ഡോക്ടേഴ്സിനെ തന്റെ വീട്ടിൽ ജോലിക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ ദിവസവും മൈക്കിൾ ജാക്സന്റെ തലമുടി മുതൽ കാലിന്റെ നഖം വരെ പരിശോധിച്ചു നോക്കും. അവന് ഫുഡ് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടേ കഴിക്കാൻ കൊടുക്കുമായിരുന്നുള്ളൂ. മൈക്കിൾ ജാക്സൺ താൻ ചെയ്യുന്ന വ്യായാമം ശ്രദ്ധിക്കുവാനായി 15 പേരെ അപ്പോയിന്റ് ചെയ്തിരുന്നു. അവന്റെ ഓക്സിജൻ ലെവൽ കൺട്രോൾ ചെയ്യുവാനുള്ള ടെക്നോളജി അവന്റെ കിടക്കയിൽ ഉണ്ടായിരുന്നു. അവന്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ അത് ദാനം ചെയ്യാൻ ഡോണേഴ്സ് കാത്തിരിപ്പുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ജാക്സൺ ശമ്പളം കൊടുത്തു സംരക്ഷിക്കുകയും ചെയ്തു. താൻ 150 വർഷം ജീവിക്കണമെന്ന ആശയിൽ അയാൾ ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവന്റെ സ്വപ്നമായി തന്നെ അവസാനിച്ചു. 2009 ജൂൺ 29 തന്റെ 50ാമത്തെ വയസ്സിൽ തന്റെ ഹൃദയസ്പന്ദനം നിലച്ചു. ആ 12 ഡോക്ടേഴ്സിന്റെ പ്രയത്നം വിഫലമായി പോയി. ലോസ് ആഞ്ചൽസ്, കാലിഫോർണിയ, ഇവിടെ നിന്നെല്ലാം ഡോക്ടേഴ്സിനെ വരുത്തിച്ചു. എന്നാലും അവനെ രക്ഷിക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല. ജാക്സന്റെ അവസാന നിമിഷത്തെ 25 ലക്ഷം ജനങ്ങൾ ടിവിയിൽ ലൈവ് ടെലികാസ്റ്റിംഗിൽ കണ്ടു. ഇതുപോലെ നീണ്ട ടെലികാസ്റ്റിംഗ് ഇതുവരെയും കണ്ടിട്ടില്ല. അവൻ മരിച്ച ദിവസം ട്വിറ്റർ, വിക്കിപീഡിയ, മെസ്സഞ്ചർ എല്ലാം നിശ്ചലമായി. 8 ലക്ഷം പേർ മൈക്കിൾ ജാക്സന്റെ കാര്യങ്ങൾ അറിവാനായി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. മൈക്കിൾ ജാക്സൺ മരണത്തെ എതിർത്തു പോരാടാൻ പ്രയത്നിച്ചു. എന്നാൽ മരണം അവനെ എതിർത്തു. അവന്റെ ആഡംബര ജീവിതത്തിന്റെ അവസാനം എന്തായിരുന്നു? ചിന്തിച്ചു നോക്കൂ. നാം ആരെ തോൽപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്നത്? ആരുടെ പുകഴ്ച നേടാനാണ് ആഡംബരമായ വീടും വലിയ കാറും വാങ്ങുന്നത്? ആഡംബരമായ കല്യാണങ്ങൾ എന്തിനാണ്? രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ, ആഹാരം കഴിക്കാതെ, ഉറങ്ങാതെ പണം സമ്പാദിച്ച് നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? എത്ര തലമുറയ്ക്ക് വേണ്ടി നാം പണം സമ്പാദിച്ചു വെക്കും? നമുക്ക് ആവശ്യമുള്ളത് കൂട്ടിവെച്ചാൽ പോരെ? സമ്പന്നനാകുന്നത് പാപമല്ല. എന്നാൽ പണത്തിൽ മാത്രം സമ്പന്നനായിരിക്കുന്നത് നിശ്ചയമായും പാപമാണ്. ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായത് എന്താണെന്നറിയാമോ? സംതൃപ്തി, സമാധാനം, സന്തോഷം. ഇതെല്ലാം വാങ്ങുവാൻ സാധിക്കുകയില്ല. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ ദ്രവ്യാഗ്രഹമില്ലാത്തവരായിരുന്ന് നിങ്ങൾക്കുള്ളത് മതി എന്ന് വെപ്പീൻ. ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം തന്റെ വചനത്തിൽ കൂടി നിങ്ങളോട് പറയുന്നു.